നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശ്രീനാര്യപുരത്തെ രഘുരാമ ചെട്ടിയാരുടെ മുഖതാവിൽ സംസാരിക്കാൻ പോലും നീ യോഗ്യനല്ല. അപ്പൊ എങ്ങനെയാ വക്കീലേ, നമുക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചാലോ? Why not? You're welcome. വരൂ. Thank you. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഓർക്കാപ്പുറത്ത് ഇവളെന്തിനാണ് ഇവിടെ അവതരിച്ചതെന്ന്. തകർക്കാൻ, മാണിക്യമംഗലത്തെ വീടിനെ തകർക്കാൻ. കൂട്ടു നിൽക്കുന്ന എല്ലാവരോടും കൂടി ഞാൻ പറയുക, ഇവളെ വിശ്വസിക്കരുത്. ഇവളാ ചെട്ടിയാരുടെ ആളാ. കണ്ടില്ലേ, അവരൊരുമിച്ച് കളിക്കുന്ന നാടകമായത്. അവളുടെ ഒപ്പം കൂടി ഇരിക്കുന്ന കൊമ്പ് പൊറിക്കാൻ കാളിദാസന്റെ മക്കളൊന്നും അല്ലല്ലോ നിങ്ങളാരും. കൂടെ നിന്നാൽ, ഇനിയെങ്കിലും എന്നെ ചതിക്കാതിരുന്നാൽ എല്ലാവർക്കും അതിന്റെ പ്രയോജനം ഉണ്ടാകും. ഇരിക്കൂ. വിലയിടാനോ വിലയ്ക്ക് വാങ്ങാനോ അല്ല വന്നത്. എന്നാലും വിലപിടിപ്പുള്ള വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങി തന്നെയാ ഈ ചെട്ടിയാർക്ക് ശീലം. കഥകൾ കേട്ടപ്പോ, കഴിവുകളെക്കുറിച്ച് അറിഞ്ഞപ്പോ നേരിൽ കാണാനൊരാഗ്രഹം, വന്നുകണ്ട് ഒരു അഭിനന്ദനം പറയാനൊരു മോഹം. വളരെ നല്ല കാര്യം. താങ്ക് യു. യു ആർ മോസ്റ്റ് വെൽക്കം. ഞാൻ വന്നത് ജനനിയെ ചെട്ടിയാർ ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസറെ ക്ഷണിക്കാനാണ്. കേട്ടാൽ ആരും ചിരിക്കും. ചെട്ടിയാർ അങ്ങനെയാ. കേട്ടുകേൾവി പോലുമില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കും. അല്ല, എന്റെ വിജയവും അത് തന്നെയാ. നിങ്ങളുടെ വിജയം മറ്റൊരാളുടെ പരാജയമാണെന്ന് വാശിയൊന്നുമില്ലല്ലോ? ഒരു വാശിയില്ല. കൂടെ നിൽക്കുന്ന എല്ലാവരെയും ജയിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്നതാ ചെട്ടിയാർക്ക് ശീലം. മനസ്സിലായില്ല. മറുകണ്ഠം ചാടി പേരുദോഷം ഉണ്ടാക്കാനല്ല ഞാൻ ജനനിയെ ചെട്ടിയാർ ഗ്രൂപ്പിലേക്ക് വിളിച്ചത്. പറഞ്ഞല്ലോ, കഴിവുള്ള നല്ലൊരു വക്കീലിനെ കുറിച്ച് കേട്ടപ്പോ നല്ല ശമ്പളം തന്ന് സ്വന്തമാക്കണം തോന്നി. അതൊരു നല്ല ബിസിനസ്സുകാരന്റെ സാമാന്യ ബോധമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം കുട്ടി മാണിക്യമംഗലത്തേതാണെന്നതും അവരുടെ ലീഗൽ അഡ്വൈസറായി സ്വയം അഭിഷക്തയായി എന്നതുമാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മാണിക്യമംഗലത്തുകാർക്ക് ദോഷം വരുന്ന ഒരു കേസും അഡ്വക്കേറ്റ് ജനനി സേതുമാധവൻ ചെട്ടിയാർ ഗ്രൂപ്പിന് വേണ്ടി വാദിക്കാതിരുന്ന പോരെ. വൺ എക്സാമ്പിൾ, ഇപ്പൊ കുട്ടി കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന ഈ സിവിൽ കേസ്, അതതിന്റെ വഴിക്ക് നടക്കട്ടെ. വ്യത്യസ്തമായ പല കേസുകളും ഏറ്റെടുക്കുന്നതല്ലേ ഒരു വക്കീലിന്റെ വിജയം. അതും നീതിയുക്തമെന്ന് തനിക്ക് 100% ബോധ്യമുള്ള കേസുകൾ. പഠിച്ച് പാസ്സായി സന്നത്തെടുക്കുമ്പോ നിങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞയിൽ ഇത് ഉൾപ്പെടുന്നില്ലേ? തീർച്ചയായും. എങ്കിൽ ഞാൻ വക്കീലിനെ ഏൽപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ കേസ് ഒരു ക്രിമിനൽ കേസാ. എന്റെ മകൾ അലമേലുവിന് നേരെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു വധശ്രമം ഉണ്ടായി. ആയുസിന്റെ ബലം കൊണ്ട് അന്ന് അവളെ രക്ഷപ്പെട്ടത്. കൊലപാതകയെക്കുറിച്ചുള്ള തെളിവുകള് ഈ വീട്ടിലെ മുൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ദീപ്തി വർമ്മ എനിക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാ പിന്നെ അവരെ വെച്ച് തന്നെ കേസ് വാദിച്ചാ പോരെ? പോരാ,
മാണിക്യമംഗലത്ത് നിന്ന് ഔദാര്യം പറ്റിക്കൊണ്ട് എന്നോട് കൂറ് പുലർത്തുന്ന ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഈ പറഞ്ഞതില് ഒരു ലോജിക്കും ഇല്ലല്ലോ സർ. മാണിക്യമംഗലത്തെ ലീഗൽ അഡ്വൈസറായ എന്നെ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ വക്കീലിന്റെ സത്യസന്ധത. എനിക്ക് അല്പം പോലും പിഴച്ചിട്ടില്ല എന്ന് എനിക്കിപ്പോ ബോധ്യമായി. കൊച്ചിയിൽ നിന്ന് അഡ്വക്കേറ്റ് കരുണാകര മേനോൻ എന്നെ വിളിച്ച് കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഏതായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാറ് വിളിച്ച് എന്നെ കുറിച്ച് പറഞ്ഞോ? ആ, പറഞ്ഞു. മേനോൻ സാറ് മാത്രമല്ല, പലരും പറഞ്ഞു. നാളെ ഈ രംഗത്ത് താൻ അത്ഭുതമാവൂന്ന്. എന്നാ പിന്നെ ആ അത്ഭുതത്തിന് ഞാൻ എന്തിനു ഒഴിവാക്കണം? അത്ഭുതം ചെട്ടിയാർക്ക് കൗതുകം മാത്രമല്ല, കരഗതമാക്കാൻ കൊതിക്കുന്ന സ്വപ്നങ്ങൾ കൂടിയാ. താൻ മാണിക്യമംഗലത്തെ മരുമകളായി പോയത് അത് തന്റെ കുഴപ്പമല്ലല്ലോ. സമ്മതമാണെങ്കിൽ ഈ ക്രിമിനൽ കേസ് മാത്രമല്ല, പൊന്നിൻ വിലയുള്ള ചെട്ടിയാർ വീട്ടിലെ മാണിക്യമംഗലത്തുകാരെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരുപാട് കേസുകൾ ജനനിക്ക് വാദിക്കാൻ ഞാൻ വക്കാലത്ത് തരും. തന്റെ ശമ്പളം തനിക്ക് നിശ്ചയിക്കാം. അത് കേസ് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ, അതല്ല മാസശമ്പളമാണെങ്കിൽ അങ്ങനെ. ഞാൻ അറിയിക്കാം സർ. ഏതായാലും ചെട്ടിയാർ ഗ്രൂപ്പുമായി സഹകരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ആ 1500 കോടിയുടെ കേസില് മാണിക്യമംഗലത്തെ മരുമക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കോടതിയിൽ ഹാജരാവുന്ന വക്കീല് ഞാൻ തന്നെയായിരിക്കും. ഈ കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസവും അത് തന്നെയായിരിക്കും. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ വെറും കാഴ്ചകൾ പോലും പൂരങ്ങളാവുന്നത്. വർണ്ണങ്ങൾ മാറി മറയുമ്പോഴല്ലേ കുടമാറ്റം ഉണ്ടാവുന്നത്. അതല്ലേ കാണാനൊരു സുഖം, കേൾക്കാനും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, ഇതെന്തുവാ ഇത്? കണ്ടറിഞ്ഞൂടെ ജ്യൂസ്? അത് മനസ്സിലായി. ഇതാർക്കാണെന്നാണ് ചോദിച്ചത്. ചെട്ടിയാർ സാറിനെ. ചെട്ടിയാർക്കോ? ആ ആ, അവന് സൽക്കാരമൊന്നും വേണ്ട. നീ ഇതാത്തോട്ട് വെച്ചേ. വെരി സോറി ജെന്റിൽമാൻ. ഇവിടെ വരുന്ന മുഴുവൻ ഗസ്റ്റുകൾക്കും ജാതി മത ഭേദമന്യേ ജ്യൂസ് കൊടുക്കണമെന്നാണ് കാവേരി മാഡം കൽപ്പിച്ചിരിക്കുന്നത്. അനുസരിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും. ഓ, അത് ശരി. അപ്പൊ എല്ലാരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? സാർ, യെസ്. ജ്യൂസ്. ആർക്ക്? സാറിനാ. ഇവിടുത്തെ ആചാരോ. നല്ലത്. ഇത്രയും മനോഹരമായ ആചാരങ്ങൾ ഇനിയുണ്ടോ? നല്ല ജ്യൂസ്. ഓ, വെൽ ഡൺ. താങ്ക് യു സാർ. ഐ ആം ഡിക്രൂസ് പെരേര ഫ്രം മട്ടാഞ്ചേരി. സോറി സാർ, ആദ്യം കണ്ടപ്പോ ആളറിയാതെ ഞാൻ. അറിയാത്തവരെ അറിയിക്കുന്നതല്ലേ ഡിക്രൂസേ നമ്മുടെ മിടുക്ക്. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ പോട്ടെ വക്കീലേ.
അപ്പൊ ശരി വക്കീലേ. ശരി. ഓഹോ, അപ്പൊ നീ പെണ്ണുങ്ങളെയൊക്കെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എവളാരാണെന്ന്. ആട്ടും തോലണിഞ്ഞ നല്ല ഒന്നാം തരം ചെന്നായി. ചെട്ടിയാരുടെ ബിനാമിയാണ് ഇവളെന്ന സത്യം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം.